2 ദിവസത്തിനുള്ളിൽ വോട്ടെണ്ണൽ ഉണ്ടാകും. അതിൽ നമുക്ക് ജനങ്ങളുടെ വിധി എന്താണ് എന്ന് ഓരോ മുന്നണിക്കും കൊടുത്തിരിക്കുന്ന വിധി എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ ഒരു ഘട്ടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു അന്തിമ വിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എത്രത്തോളം ശതമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ ഇപ്പം നിലവിൽ സാധിക്കത്തില്ല. പക്ഷെ ഉടനെ തന്നെ നമുക്കറിയാൻ സാധിക്കും. എന്നിരുന്നാലും 2020-നേക്കാളും ഒരു പോളിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാരമുണ്ട്. എന്താണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ എന്താണുള്ളത്? രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. 6 മണിയാകുമ്പോൾ രണ്ടാം ഘട്ടം പൂർത്തിയാകും. ആദ്യഘട്ടത്തിൽ സ്വല്പം നിരാശാജനകമായ ഒരു ടേൺ ഔട്ടാണ് ഉണ്ടായത്, വോട്ട് ടേൺ ഔട്ട് ആണ് ഉണ്ടായത്. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട, ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വൈകി കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഏതാണ്ട് 2020 ഒരു പോളിംഗ് പെർസെന്റിന് സമാനമായ രീതിയിൽ കാര്യമായി പിന്നോട്ട് പോക്കില്ല. ഒന്നാം ഘട്ടത്തേക്കാൾ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ 6-7 ജില്ലകളിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണാം. അതാണ് ആദ്യത്തെ ഒരു നിഗമനം. എങ്ങനെയാണ് മുന്നണികൾ, സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ കക്ഷികൾ ഒക്കെ ഇതിനെ വിലയിരുത്തുന്നത് എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഒന്നാം ഘട്ടത്തിലെ പോളിംഗിലും രണ്ടാം ഘട്ടത്തിലെ പോളിംഗിലും നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അതുപോലെ സ്വർണ്ണപ്പാളി വിവാദവും ഒന്നാം ഘട്ടത്തിന്റെ തൊട്ട് തലേന്നുണ്ടായ ദിലീപിന് അനുകൂലമായി വന്ന വിധിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, കാതലായ വികസന വിഷയങ്ങൾ എത്രത്തോളം സംസ്ഥാന തലത്തിൽ ചർച്ചയായി എന്നത് സംശയകരമാണ്. പക്ഷെ പ്രാദേശിക തലത്തിൽ തീർച്ചയായും അവരുടെ ലോക്കൽ നീഡ്സ്, റോഡുകൾ, പാലങ്ങൾ, തോടുകൾ, ഭവനം എന്ന് വേണ്ട സകല കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടും ജീവിത ഉപാധികളുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയങ്ങൾ സംസാരിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഒരു നെഗറ്റിവിസ്റ്റ് അജണ്ടയാണ്. തന്റെ പ്രതിയോഗിയുടെ ന്യൂനതകൾ, അതായത് സ്ത്രീ വിഷയം ഉൾപ്പെടെ പ്രതിയോഗിയുടെ ന്യൂനതകൾ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഴിമതി എണ്ണി പറഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു ഇതാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ ഔട്ട് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. UDF പ്രതിരോധത്തിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയവും LDF പ്രതിരോധത്തിലാക്കാൻ സ്വർണ്ണപ്പാളി വിവാദം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും പരസ്പരം 2 മുന്നണികളും ഉപയോഗിച്ചു. BJP 2 മുന്നണികൾക്കുമെതിരെയുള്ള അതിശക്തമായ പ്രചരണം നടത്തുകയുമുണ്ടായി. അതുകൊണ്ട് തീർച്ചയായും ഈ കാതലായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കാര്യമായ ഒരു സംശയം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ശരിക്കും ഈ വിവാദങ്ങൾ ഒരു തരത്തിൽ തന്നെ ഈ പോളിംഗിനെ ബാധിച്ചു എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒരിക്കലും വിവാദങ്ങൾ പോളിംഗിനെ പ്രതികൂലമായി ഒരിക്കലും ബാധിക്കില്ല. കാരണം ഒരുപക്ഷെ വിവാദമുണ്ട് എങ്കിൽ അത് പോളിംഗിനെ നേരിട്ട് ബാധിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ മടുപ്പുണ്ടാകാം ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും. ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ 2 കൂട്ടരും കണക്കാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ തന്നെ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ മരവിപ്പിക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ ഒന്നും ഉണ്ടാകേണ്ടതില്ല. ഇനി ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എങ്കിൽ അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടതാണ്. എന്തായാലും ഒന്നാം ഘട്ടത്തിൽ ആ രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടായില്ല. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ സമാപിച്ചുകൊണ്ടിരിക്കുന്ന പോളിംഗ് ഒരു സൂചനയാണ് എങ്കിൽ സാമാന്യം നല്ലതായി. ഇപ്പോൾ തന്നെ 70% കടന്നിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ 5 മണി സമയത്ത് 70% കടന്നു എങ്കിൽ 6 മണി സമയത്ത് 75%-ഓളം അടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒന്നാം ഘട്ടത്തിൽ 70.9% മാത്രമായിരുന്നു. അതുകൊണ്ട് 1-2 ഘട്ടങ്ങൾക്കിടയിൽ ചെറിയ വ്യത്യാസം സംഭവിച്ചു. അതിനുള്ള ഒരു കാരണം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചു, അതൊരു കാര്യം. 2, അവസാന ഘട്ടത്തിൽ പോളിംഗിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും 5 മണിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി അവിടെ വോട്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു. വോട്ട് ചെയ്ത് മടങ്ങി. കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് സത്യം ജയിക്കട്ടെ, കോടതിയിലുള്ള കാര്യത്തിൽ തനിക്ക് കൂടുതൽ അഭിപ്രായമൊന്നും പറയേണ്ടതില്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുകയും അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചില കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അതൊക്കെ എങ്ങനെ അതൊരു കാരണം മടുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തിലുള്ള വിശ്വാസം കുറയുന്നുണ്ടോ? അങ്ങനെ കൃത്യമായും ഈ യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് 73, 74 ഭരണഘടനാ അമെന്റ്മെന്റ് അനുസരിച്ച്
പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട്. അത് 1993 ഉണ്ടായതാണ്. ആ ഒരു സമയത്ത് 90-കളിലുണ്ടായ ആക്ടാണ്. അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി തന്നെ ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി, ജനാധിപത്യം വികേന്ദ്രീകൃതമാകണം, ഡോർ സ്റ്റെപ്പിൽ തന്നെ ജനാധിപത്യ പ്രക്രിയ ഉണ്ടാകണം, നമ്മുടെ ചുറ്റുപാടുകളുമായി സംവദിക്കാൻ, പ്രതികരിക്കാൻ ജനങ്ങളെ ശക്തരാക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രാസ് റൂട്ട് ലെവൽ വിഷയങ്ങളാണ് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ദേശീയ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലോ അങ്ങനെയല്ല അതിന്റെ ഡൈനമിക്സ്. ഇവിടെ സ്ഥാനാർത്ഥിയുടെ മേന്മ, സ്ഥാനാർത്ഥിയുടെ ഇടപാടുകൾ, മുൻകാല ചരിത്രം എല്ലാവരെയും അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ. പക്ഷെ കുറച്ചുകൂടെ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും അതുപോലെ കോർപ്പറേഷൻ ഡിവിഷനുകളിലും. കാരണം അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ എന്ത് സംഭവിച്ചാലും യഥാർത്ഥത്തിൽ അതൊരു വ്യക്തിപരമായ വിജയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മികവിന്റെ വിജയം, ലോക്കൽ ഫാക്ടേഴ്സിന്റെ സമ്മർദ്ദം എന്നൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ കുറച്ചുകൂടി ആഴത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറച്ചുകൂടി വലിയ ഡിവിഷനുകളായ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ, കാരണം കോർപ്പറേഷനിൽ പലരും തമ്മിലുള്ള പരസ്പര ബന്ധം കുറവ്. ഇപ്പൊ കോർപ്പറേഷൻ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ 6 കോർപ്പറേഷനുകൾ. അവിടെ 5ലും ഇടതുപക്ഷത്തിനാണ് ഇപ്പോൾ ഭരണം. തൃശൂർ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ, മറ്റെല്ലാ ഇടത്തിലും കംഫർട്ടബിൾ ഭൂരിപക്ഷത്തിൽ. കണ്ണൂർ മാത്രമാണ് UDF ഭൂരിപക്ഷമുള്ളത്. ആ കോർപ്പറേഷനുകളിലെ ഭൂരിപക്ഷം മാറി മറിയുമോ? UDF വലിയ പ്രതീക്ഷയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷ ഇല്ല എങ്കിൽ പോലും UDF എറണാകുളം ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുകയും എറണാകുളം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുകയും LDFൽ നിന്നും തിരിച്ചു പിടിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തൃശൂർ കോർപ്പറേഷനിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം UDFനുണ്ട്. അതേപോലെ തന്നെയാണ് ഒരുപക്ഷെ മറ്റൊരു കോർപ്പറേഷൻ കൂടെ UDFന്റെ കൈവശമുണ്ട്. കാരണം ഇതാണ്, കൊല്ലത്ത് വലിയ പ്രതീക്ഷ UDFനില്ല. അതേസമയം LDFന് കൊല്ലം കോർപ്പറേഷൻ, അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ശക്തമായ പ്രതീക്ഷകളാണുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ UDFന് നിലനിർത്താനാവും എന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനുമാണ് BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ട് 3 മുന്നണികൾക്കും ചില പ്രതീക്ഷകൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം 14 ജില്ലകളിൽ 11 ജില്ലകളിലും ഇടതുപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം. ഇവിടെ UDFന് ആകെ ഭൂരിപക്ഷം ലഭിച്ചത് എറണാകുളം ജില്ല, പിന്നെ മലപ്പുറം ജില്ല, അത് മുസ്ലിം ലീഗിന്റെ തട്ടകം കൂടിയാണ്. അതേപോലെ വയനാട് ജില്ല, ഇവിടെ ഏതാണ്ട് അതേ നില തുടരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ജില്ലകൾ ഒരു പക്ഷേ ഇടതുപക്ഷത്ത് നിന്ന് UDFന് പിടിക്കാൻ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളൊക്കെ UDF മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP ഏതാണ്ട് എല്ലായിടത്തും മെച്ചപ്പെട്ട, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ LDFൽ നിന്നും ഒരു ചെറിയ പങ്കെങ്കിലും BJPയിലേക്ക് വോട്ടുകൾ ചേർന്നു. ചില കമ്മ്യൂണിറ്റികളുടെ വോട്ടുകൾ ചെറിയ തോതിൽ LDFൽ നിന്നും BJPയിലേക്ക് നീങ്ങി എന്നത് വാസ്തവമാണെങ്കിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് അത് സ്ഥിരീകരിക്കുന്ന ഒന്നാകും. അതനുസരിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരുപക്ഷെ BJPയുടെ ഒരു കണക്കുകൂട്ടൽ. ഇപ്പോൾ തന്നെ 19.89% വോട്ട് ഷെയർ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് BJPക്കുള്ളത്. അത് 25% മാറുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വരിക. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും BJPക്ക് നല്ല ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നുണ്ട്. പറഞ്ഞോളൂ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ട രസകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അത്. ഇപ്പൊ ഈ വോട്ടിങ്ങിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വോട്ട് ചെയ്യാൻ അതിന് നാട്ടിൽ ആൾക്കാരെവിടെയാണ്, യുവജനങ്ങളൊക്കെ നാട് വിട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കുമോ? ഇങ്ങനെ അത് രണ്ട് ജില്ലകളിൽ വോട്ടിംഗ് ഭീതിതമായ രീതിയിൽ 2 ജില്ലകളിൽ വോട്ട് ടേൺ ഔട്ട് കുറഞ്ഞു. ഒന്ന് പത്തനംതിട്ട ജില്ലയാണ്. നമുക്ക് മനസ്സിലാക്കാം, വലിയ തോതിൽ പ്രവാസികളുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അവിടെ എക്കാലത്തെയും താഴ്ന്ന ഒരു വോട്ട് ടേൺ ഔട്ടാണ്, 67% മാത്രം. അപ്പൊ അത് വളരെ കുറവ് തന്നെയാണ്. തിരുവനന്തപുരത്തും ഏതാണ്ട് 67-68%, അല്ല 70% താഴെ നിൽക്കുകയാണ്. ശരാശരി സംസ്ഥാന ശരാശരിയേക്കാൾ താഴെ പോയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും വോട്ട് ടേൺ. അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത, അവിടെ ടെക്നോ പാർക്കിലെ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പലയിടത്തു നിന്നും വരുന്നവരാണ്. അവർക്ക് ഒരുപക്ഷെ ഇവിടെ വോട്ട് കാണില്ല, അവിടെയും ചെയ്യാനാവില്ല, ഇവിടെയും ചെയ്യാനാവില്ല. സർക്കാർ ജീവനക്കാരെ പലരും ആലസ്യത്തിന്റെ മൂഡിലാണ്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒരുപാട് ഉള്ള സ്ഥലമാണ്. എക്കാലത്തും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ വോട്ട് ടേൺ ഔട്ട് വളരെ കുറവാണ്. ഇപ്രാവശ്യം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേവലം 58% മാത്രമായിരുന്നു വോട്ട് ടേൺ ഔട്ട് എന്ന് പറയുമ്പോൾ
ആ മടുപ്പ് നമുക്ക് മനസ്സിലാകും. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ പ്രവാസി സമൂഹം എനിക്ക് തോന്നുന്നു പെർ ക്യാപിറ്റ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിൽ പ്രവാസികളുള്ളത് പത്തനംതിട്ട ജില്ലയിൽ. അവർ പലരും ഇന്ത്യക്ക് വെളിയിൽ പോയിരിക്കുന്നു, ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെയാണ്. അവർ പൗരത്വം നിലനിർത്തുന്നു, അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ അവർക്ക് ഹാജരായി വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ആ കാരണങ്ങളായിരിക്കണം, അതൊക്കെ തന്നെ കാരണങ്ങളാണ്. പക്ഷെ എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ടായപ്പോൾ ഇതിന്റെ ഒരു അർത്ഥം ഇത് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് അത് മലപ്പുറത്തും കണ്ണൂരും ഒക്കെ തന്നെ പ്രവാസികൾ ഏറെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മുടെ പത്തനംതിട്ടയെ മാത്രം തിരഞ്ഞെടുത്ത് പറയുന്നതും ആ കണക്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾ പലരും ഈ 18 വയസ്സിനും 21 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിനും ഇടയ്ക്കുള്ള പലരും വിദ്യാർത്ഥികളായി ബാംഗ്ലൂരും മറ്റു സ്ഥലങ്ങളിലും പഠിക്കാൻ പോയിരിക്കുകയാണ്. അല്ലാത്തവർ ജോലി തേടി മറ്റു സംസ്ഥാനങ്ങളിലും വെളിയിലുമാണ്. അതൊക്കെ ഒരു പ്രത്യേക കാരണങ്ങളാകാം പക്ഷെ. ശരിയാണ്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് നമ്മളോട് വിശദ വിവരങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേർന്നത്. വളരെ നന്ദി സർ. നമുക്ക് വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ വോട്ടെണ്ണൽ വരികയാണ്. നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.